这么的，这么的那个，这么的，这么的。
ജീവൻ നിന്നുമേ ജീവൻ. നമ്മുടെ വിശിഷ്ട അതിഥികൾക്കും സദസ്യർക്കും ഹൃദയമായ സ്വാഗതം ആശംസിക്കാൻ കാർമൽ അലുമിനി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ ടോം ജോസഫ് അവർക്കടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി അതിനോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഈ വേദിയുടെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കാർമൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട KC മാത്യു സാർ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ്. സാറിനെ കാണാനെത്തുന്ന സാറിന്റെ ശിക്ഷകണം, സാറിനെ ശ്രമിക്കുന്ന സൂമിലും ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബിലും ലൈവായിട്ട് നേരിട്ടും ശ്രമിക്കുന്ന അനേകം ശിഷ്യഗണങ്ങൾ, തീർച്ചയായിട്ടും സാറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. കാർമൽ അലുമിനി അസോസിയേഷനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അരകളോച്ചൻ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഏത് ടെൻഷൻ കണ്ടീഷനെയും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അച്ഛൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളെയും ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ടുകൊണ്ട് സധൈര്യം നമ്മെ നയിക്കുന്ന കാർമൽ അലുമിനി അസോസിയേഷന് വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ചെയർമാനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനാഗുറൽ അഡ്രസ്സിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കാർമൽ സ്ഥാപനങ്ങളുടെ ചെയർമാൻ റവറൻഡ് ഫാദർ മാത്യു അരക്കളം വളരെ സ്നേഹപൂർവ്വം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും യോഗത്തിന്റെ പേരിലുമുള്ള സ്വാഗതം അദ്ദേഹത്തിന്റെ ഭാഷയിൽ. കാർമൽ അലുമിനി അസോസിയേഷന്റെ അംഗവും കാർമൽ പോളിടെക്നിക് കോളേജ് അലുമിനി അസോസിയേഷന്റെ ട്രഷററും ഒപ്പം തന്നെ കാർമൽ പോളിടെക്നിക് കോളേജിന്റെ പ്രിൻസിപ്പളുമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ജോബച്ചനെ വളരെ സ്നേഹപൂർവ്വം ഈ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. my chairman of the Karnal Group of Institutions. Today's chief guest of this function, Sri KC Matthew sir, former principal of Polytechnic, and also National Award winner for Best Teacher, Polytechnic Teacher. Reverend Father Kunyumal Job, Principal of Karnal Polytechnic College. Reverend Sister Jinsi CD, the Gilbert Memorial 2020 Gold Medal winner, and also Miss Ahadya Sudharagan, the Gold Boys winner 2020, and all other award winners, dignitaries on and off the dais, members of various chapters, executive members and members of Karnal Alumni Association, teaching and non-teaching staff of Karnal Polytechnic, students, parents, ladies and gentlemen, a warm welcome and good afternoon to all of you. As you all know, that today we have assembled here to conduct the 32nd award distribution ceremony for presenting the prestigious Father Gilbert Memorial Gold Medal 2020 to Reverend Sister Jinsi CD and the gold coin to Miss Ahadya Sudharagan and other awards to rank holders of various disciplines. विशिष्ट अतिथि
കാർമൽ പോളിടെക്നിക് കോളേജിൻ്റെ അഭിമാനവുമായിട്ടുള്ള പ്രൊഫസർ KC മാത്യു സാറെ, എല്ലാ വർഷവും നടക്കുന്ന അലൂമിനി അസോസിയേഷൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ്, അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി അലൂമിനി അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഓടി നടക്കുന്നത് ഒരു ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമുക്ക് ഒത്തിരിയേറെ അസോസിയേഷനുകളും ക്ലബ്ബുകളും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ സജീവമാകുക, ക്രിയാത്മകമാകുക, അങ്ങനെ സാധിക്കുന്ന എന്തുമാത്രം അസോസിയേഷനും ക്ലബ്ബുകളും ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം. കഴിഞ്ഞ 4 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, കാർമൽ അലൂമിനി അസോസിയേഷൻ പോലെ ഇത്ര മനോഹരമായി നടക്കുന്ന ഒരു അസോസിയേഷൻ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ആദ്യ ബാച്ച് അംഗങ്ങൾ മുതൽ പ്രായാധിക്യമുണ്ടെങ്കിൽ പോലും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് അവർ വരുന്നു എന്നുള്ളത് തന്നെ ഈ അസോസിയേഷൻ്റെ ഒരു വലിയ വിജയം. ഓരോ വർഷവും പുതിയ പുതിയ മുഖങ്ങളെ ഞാൻ കാണാറുണ്ട്. അവരിപ്പോഴും വന്ന ഒരു ദിവസം ചെലവഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ചെന്ത് നേട്ടം അവർക്ക് എന്ന് അവർ ചിന്തിക്കുന്നു. മറിച്ച് ഇത് ഞാൻ പഠിച്ച് ഇറങ്ങിയ എൻ്റെ ജീവിതത്തെ മെരുക്കിയെടുത്ത, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം തന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ കൂട്ടായ്മയിൽ ചേർന്നിരിക്കാനുള്ള സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവരോട് വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് കാർമൽ പോളിടെക്നിക് അലൂമിനി അസോസിയേഷൻ ഏറ്റവും സജീവമായ അസോസിയേഷനാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അലൂമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലതും നേരിട്ട് കണ്ടും അനുഭവിച്ചും അറിയുന്ന ഒരാളാണ്. പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഭാവി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. ഇക്കൊല്ലം 1992 ബാച്ച് കൂടുതൽ സജീവമായി ആ രംഗത്തേക്ക് കടന്നിരിക്കുന്നു. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തോടെ ഏറെ നന്ദിയോടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിയമപരമായി നടക്കുന്ന ഒരു അസോസിയേഷൻ. എല്ലാ വർഷവും ഒന്ന് ഗവേണിംഗ് ബോർഡ് കൂടുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കണ്ടെത്തുകയും അവരുടെ തീരുമാനങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അസോസിയേഷൻ തീർച്ചയായിട്ടും കാർമൽ പോളിടെക്നിക്കിനെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ ജിൽബർട്ട് അച്ഛൻ മുതൽ ആദ്യ പ്രിൻസിപ്പളായിരുന്ന ബാലൻ സാർ മുതൽ KC മാത്യു സാർ ഉൾപ്പെടുന്ന എല്ലാ പ്രിൻസിപ്പൽമാരെയും ചെയർമാന്മാരെയും സ്മരിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ മുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് പ്രൊഫസർ KC മാത്യു. പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. 1997 മുതൽ 99 വരെ ഈ വിദ്യാഭ്യാസത്തെ സ്ഥാപനത്തെ നയിച്ച പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം വന്നു ചേർന്നതിന് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാത്യു വരേക്കരപ്പച്ച. ഈ ചടങ്ങിന്റെ വിശിഷ്ട അതിഥി കാർമൽ പോളിടെക്നിക് മുൻ പ്രിൻസിപ്പൽ ശ്രീ KC മാത്യു സാറാണ്. ഒരു അധ്യാപകൻ എങ്ങനെ ആവണം എന്നുള്ളതിന് മാതൃകയാണ് ശ്രീ KC മാത്യു സാർ. ദേശീയ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ബെസ്റ്റ് ടീച്ചിങ്ങിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ KC മാത്യു സാറിനെ ഈ ചടങ്ങിന്റെ വിശിഷ്ട അതിഥിയെ ലഭിച്ചതിൽ
നമുക്ക് അഭിമാനിക്കാം. സാറിനോട് ഒപ്പമുള്ള കലാലയ ഓർമ്മകൾ പങ്കുവെക്കുവാനും പുതുതലമുറയ്ക്ക് സാറിനെ പരിചയപ്പെടുത്താനുമായി അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യൻ ശ്രീ ഷമീർ കാസിം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. K.C. Matthew sir once told in our classroom, I make human beings, not engineers. ശരിക്കും ഇതാണ് സാറിൻ്റെ ടാഗ് ലൈൻ. ഞങ്ങളെ പഠിപ്പിച്ച സബ്ജക്റ്റിനേക്കാളപ്പുറം ഒരു എഞ്ചിനീയർ അല്ല, ഒരു ഹ്യൂമൻ ബീങ് ആകുക ഫസ്റ്റ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ ഇൻട്രസ്റ്റ്, സാറിൻ്റെ സ്നേഹം, അതാണ് സാറ് പഠിപ്പിച്ച സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ഞങ്ങളിപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. K.C. Matthew സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ജനറേഷനിലുള്ള, ഞങ്ങളുടെ ആ ജനറേഷനിൽ പഠിച്ച ആർക്കും സാറിനെ കുറിച്ചൊരു അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സാറ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഈ കാർമലിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോഴും ഈ അധ്യാപനം സ്ട്രോങ് 50 years ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന K.C. Matthew സാറിനെ നമ്മളെല്ലാവരും അഡ്രസ് ചെയ്യാനായിട്ട് ഞാൻ സാധിക്കും. On the stage, 72 batch students, all the members of the Alumni Association, parents, prestigious students, and all the others who are assembled over here. A warm good evening, all of you. The beginning, I prefer to tell you that I am very thankful to you for inviting me to dedicate the digital library in the name of Sri P. Balan, who was the most loved, most sincere, dedicated, disciplined, whatever you can add, you add it. That will only be something less than what he was. That Mr. Balan became the principal when the then principal, Sakriya George, had to go back to the PW. He was on deputation. Mr. Sakriya George was on deputation, and he was here for 3 years, and after that he had to go back to the mother institution, which was the PW. So when he went back, that was in 1968, this institution actually had a lot of dedicated teachers, but there was nobody in this institution who was actually qualified to become the principal of this prestigious polytechnic. Then our chairman, then the chairman, Father Gilbert, who had a very sharp vision. I haven't seen anybody who has got such big farsightedness. He called Mr. Balan and told him that you are going to sit on that seat. Actually, Balan sir was a little perplexed by it. And he said, let us find somebody else. But Father Gilbert was adamant, and he said, nobody other than you will sit on that seat. Finally, he became the principal of this institution. Till then, the polytechnic was going on. But after that, the successful journey of the polytechnic began. Only after the arrival of Balan sir, this polytechnic came to be known widely by the technical education department
the state government, and also India. Because that was the way in which beloved Principal P. Balan was maintaining this institution. Whatever that he wanted, he used to think 10 or 20 times, and only after that he used to put forward the request to the chairman, then chairman, Father Gilbert. And Gilbert Chen was very sure. He will think 50 years ahead and then will tell you what to do and what not to do. Such a great person he was. Now, the combination of Balan sir and Father Gilbert was the success of this institution. കാർമൽ പോളിടെക്നിക്കിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട മാത്യു അറക്കളച്ച, ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ നമുക്കേവർക്കും പ്രിയപ്പെട്ട മുൻ പ്രിൻസിപ്പൽ കെ സി മാത്യു സാർ, നമ്മുടെ കാർമൽ അലുമിനി പ്രസിഡന്റ് ശശിധര കുറുപ്പ് സാർ, വൈസ് പ്രിൻസിപ്പൽ ജെയിംസ് ദേവസ്യാച്ച്, UAE ചാപ്റ്റർ അലക്സ് മാത്യു, നമുക്ക് ഇന്ന് മെക്കാനിക്കൽ 92 ബാച്ചിൽ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള അലിമൻ മെമ്പേഴ്സ്, അതിൽ വേദിയിരിക്കുന്ന ഷാക്കിർ കസീം, നമ്മുടെ പ്രസാദ് സാർ, ഇവിടെ ദീർഘനാള് സേവനമനുഷ്ഠിച്ച സ്റ്റാഫ് മെമ്പർ പ്രസാദ് സാറ്, പിന്നെ നമുക്കിപ്പോൾ വൈകിയാണെങ്കിൽ രാവിലെ വരുന്ന പ്രതീക്ഷിച്ചതാണ് നമ്മുടെ ഹരികുമാർ സാർ, റാങ്ക് ഹോൾഡേഴ്സ് സിസ്റ്റർ ജിൻസി CD, സിവിലിൽ ഗോൾഡ് കോയിൻ അവാർഡ് നേടിയ അഖില്യ, മറ്റ് നമ്മുടെ ഡോളിമ ടീച്ചർ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അലുമിനിയിലെ മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സഹപ്രവർത്തകരായ അലുമിനി മെമ്പേഴ്സ്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ കെ സി മാത്യു സാർ, സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ സന്തോഷം. ഞാൻ സാറിൻ്റെ ഇവര് അലുമിനി മെമ്പേഴ്സ് എക്സിക്യൂട്ടീവിൽ എന്നോട് പറഞ്ഞ് നമുക്ക് ചീഫ് ഗസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലരുടെ പേര് വന്നു, ഇപ്പം ചിലത് നമുക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു കെ സി മാത്യു സാറിനെ സജസ്റ്റ് ചെയ്തു. കെ സി മാത്യുവിനെ ഞാൻ വിളിച്ചപ്പോൾ സാറ് ഇച്ചിരി മേലായിരുന്നു, വൈകുന്നേരമായിരുന്നു, കിടക്കുകയായിരുന്നു, സാറ് റെസ്റ്റായിരുന്നു. മകനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്, ഇപ്പം എന്നെ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാർമോട്ടിലേക്ക് ഞാൻ വിളിക്കുന്നത് വഞ്ചിക്കലച്ചനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് സാറിൻ്റെ കോൾ കിടക്കുന്നതാണ്. എനിക്കറിയാം സാറ് വഞ്ചിക്കലച്ചനാന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നത് എനിക്ക് നല്ല അറിയാവുന്നത്. സാറ് തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞ സാറേ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറ് ഇവിടുത്തെ റിട്ടയർ ചെയ്ത് പോയ ശേഷം ഇവിടെ ഒരു പരിപാടിക്കും സാറ് ഇവിടെ കോളേജിൻ്റെ പരിപാടിക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അലുമിനി മെമ്പേഴ്സ് എല്ലാം വളരെ ആഗ്രഹമുണ്ട് സാർ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിച്ചേരണമെന്ന്. അപ്പം സാറ് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാലും സാറിനൊരു ആരോഗ്യം നമ്മുടെ സാറ് കുഴപ്പമില്ല, എല്ലാം റെഡിയായിക്കൊണ്ട് ഞങ്ങൾ വണ്ടി എല്ലാം അറേഞ്ച് ചെയ്തോളാം സാർ
ഇവിടെ എത്തിച്ചേർന്നതുപോലെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പ്രസിഡന്റും നമ്മുടെ ചെയർമാൻ അച്ഛനും എല്ലാവരും പറഞ്ഞു കാർമൽ പോളിടെക്നിക്കിലെ അലിമി. പലപ്പോഴും നമ്മൾ കാർമൽ അലിമിയുടെ പ്രവർത്തനത്തോടെ നമ്മൾ വികാരാധീനരാകും. കാരണം ഇവിടെ പഠിച്ചു പോയ ഫസ്റ്റ് ബാച്ച് മുതൽ നമ്മുടെ ചെയർമാൻ അച്ഛൻ പറഞ്ഞു ഫസ്റ്റ് ബാച്ച് മുതൽ ഉള്ള ബാച്ചുകളുടെ ചില ബാച്ച് ഗ്യാതറിംഗ് വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് തന്നെയല്ല, ഒരു പല പ്രാവശ്യമായിട്ട് ഇവിടെ നമ്മുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാറുണ്ട്. പലർക്കും വരുമ്പോൾ അവരുടെ സംസാരം എന്ന് പറയുമ്പോൾ കാർമൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണ്. ഇവിടെ തന്നെ സംസാരിച്ച നമ്മുടെ സാർ എല്ലാവരും പറഞ്ഞു കാർമൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണ്. അപ്പോൾ അത് ഈ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ എല്ലാം ഉള്ള ഒരു വികാരമാണ് കാർമൽ എന്ന് പറഞ്ഞാൽ. ഈ ചടങ്ങിന് ആശംസകൾ നേരാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജെയിംസ് ദേവസി അച്ഛനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ചെയർമാനച്ഛൻ, അച്ഛൻ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് പ്രൊഫസർ കെ മാത്യൂസ് സാർ, പ്രിൻസിപ്പൽ പഞ്ചികിലച്ചൻ, അവാർഡ് ലഭിച്ചിരിക്കുന്ന ഇന്നത്തെ ഓവറോൾ ടോപ്പ് റാങ്ക് ഹോൾഡർ റവറൻഡ് സിസ്റ്റർ ജിൻസി സി ഡി, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലെ ടോപ്പ് റാങ്ക് ഹോൾഡർ അഹല്യ സുധാകരൻ, അതുപോലെ കുറേയേറെ പേര് തൊട്ടടുത്ത വലിയ വ്യത്യാസങ്ങളില്ലാത്ത മാർക്കുകൾ മേടിച്ചവരാണ്. ഇവർ രണ്ടുപേരും ടോപ്പിൽ നിങ്ങൾ പ്രതിനിധികളായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് സിസ്റ്ററിന് 9.68 ആണെങ്കിൽ അതേസമയം നമ്മുടെ അഹല്യ സുധാകരന് 9.6365 0.03 വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവരും തന്നെ ടോപ്പേഴ്സ് അറിഞ്ഞിരിക്കുന്നവർ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറently. വ്യത്യസ്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ടോപ്പിൽ വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട സിസ്റ്ററും അതുപോലെ തന്നെ അഹല്യയും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ഓരോരുത്തരും. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ അഭിമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് അലുമിനിയുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒത്തിരി അലുമിനി മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെ എത്തിയിരിക്കുന്നവരുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന മാത്യൂസ് സാർ. ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലഘട്ടത്തിലും വളരെ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് ബഹുമാനോട് മഞ്ചിക്കലത്തിൽ പറഞ്ഞതുപോലെ സിവിൽ എഞ്ചിനീയറിംഗിലെ സിവിൽ തോമസ് സാറും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന പി വർഗീസ് സാറും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഈ ബഹുമാനപ്പെട്ട മാത്യൂസ് സാറും ഒക്കെ ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നവരാണ്. അത് അവർ വളരെ അറിവുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകളെ നയിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ്. അതിന്റെ ഹെഡായിട്ട് ഞങ്ങളെല്ലാം ഒത്തിരി അഭിമാനവും അതുപോലെ ആഗ്രഹമുള്ള വ്യക്തിത്വങ്ങളാണ് ഈ അധ്യാപകർ എല്ലാവരും തന്നെ. Second rank holder in automobile. Third rank holder in automobile. Second rank holder. Third rank holder. Second rank holder. Third rank holder. നന്ദി ദേവസച്ച. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുവാൻ UAE ചാപ്റ്റർ രക്ഷാധികാരി ശ്രീ അലക്സ് മാത്യൂസ് സാറിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
ചെയർമാൻ അച്ഛൻ, പ്രിൻസിപ്പൽ അച്ഛൻ, വൈസ് പ്രിൻസിപ്പൽ അച്ഛൻ, ഇവിടെ പുതിയ പഴയ വിദ്യാർത്ഥികളൊന്നും അതിലുള്ള തോന്നില്ല. കൂടുതലും മാതാപിതാക്കളും നയൻ ഫോണ്ടേഴ്സും മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഉപഹാരങ്ങൾ കൊടുക്കുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് കാർമൽ അലുമിനി UAE ചാപ്റ്ററിന്റെ ഒരു ഗിഫ്റ്റ്. അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങി ജോലി അന്വേഷിച്ച് ഗൾഫിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ അവിടെ ഉണ്ടെന്നും ചാപ്റ്ററിൽ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്നും അവിടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യും. ശ്രീ ഷമീർ കാസിം സാറിനെ ഈ ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Respected dignitaries on the dais, my dear teachers, my seniors, juniors, and all other people who are watching this night, good afternoon. See, I stand here representing 92 Mechanical Engineering batch. Remembering the muster roll, it starts with Abhilash Jacob to Wilson, all the 62. We were 62 students. That means 61 boys and 1 sister, Shashanka Jacob from Andaman and Mumbai. We 62 students came from different backgrounds to this institution, studied here, lived here for 3 years, and left this institution as a single family. And this continues now also. Even after 28 years, 29 years, we still cherish, we still love the old days. സ്പോൺസേഡ് അവാർഡ്സ് നൽകപ്പെടുകയാണ്. ആദ്യമായി സി തോമസ് മെമ്മോറിയൽ അവാർഡ് സ്പോൺസേഡ് ബൈ 1986 സിവിൽ ബാച്ച് ഗോസ് ടു മിസ് അഹല്യ സുധാകരൻ. അവാർഡ് നൽകുന്നതിനായി ശ്രീ ഹരികുമാർ സാറിനെയും അവാർഡ് സ്വീകരിക്കുവാൻ മിസ് അഹല്യയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഷിന്ദു ജേക്കബ് മെമ്മോറിയൽ അവാർഡ് സ്പോൺസേഡ് ബൈ 2000 സിവിൽ ബാച്ച് ഗോസ് ടു മിസ് അഹല്യ സുധാകരൻ. അവാർഡ് നൽകുന്നതിനായി സുമേ മിസിനെയും അവാർഡ് സ്വീകരിക്കുവാൻ അഹല്യയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ജെയ്സൺ ജെയിംസ് മെമ്മോറിയൽ അവാർഡ് goes to first rank holder in Mechanical Engineering Department, Mr. Shivakumar S. അവാർഡ് നൽകുന്നതിനായി ശ്രീ ജോസ് തോമസ് കുരിയട സാറിനെയും അവാർഡ് സ്വീകരിക്കുവാൻ മിസ്റ്റർ ശിവകുമാർ എസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആനന്ദ് വി ഗോകുൽ മെമ്മോറിയൽ അവാർഡ് സ്പോൺസേഡ് ബൈ കമ്പ്യൂട്ടർ ബാച്ച് goes to the rank holders in Computer Engineering Department. ശ്രീ ഷമീർ കാസിം സാറിനെ അവാർഡ് നൽകുന്നതിനായും അവാർഡ് സ്വീകരിക്കുവാൻ കമ്പ്യൂട്ടർ ഫസ്റ്റ് റാങ്ക് മിസ്റ്റർ വിഷ്ണു വി ആറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ റോബർട്ട് സെബാസ്റ്റ്യൻ ജോളി. തേർഡ് റാങ്ക് ഇൻ കമ്പ്യൂട്ടർ മിസ്റ്റർ രാഹുൽ കുഞ്ഞുമോൻ. റെവറൻഡ് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ ജേതാവ് സിസ്റ്റർ ജിൻസിയെ മൗന പ്രസംഗത്തിനായി ഏറെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എല്ലാ ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, അലുമിനി അസോസിയേഷൻ അംഗങ്ങളെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതെ, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ച ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഒത്തിരിയേറെ നന്ദിയുള്ളവളാണ്. ഈ വേദിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഹൃദയം നിറയെ നന്ദി മാത്രമേ എനിക്ക് പറയാറുള്ളൂ. അത് ഈ വിജയത്തിലേക്ക് എന്നെ നടുനടുക്കാനായിട്ട് സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവരെയെല്ലാം ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായി പ്രാർത്ഥനയിലൂടെയും
പ്രോത്സാഹനത്തിലൂടെയും പ്രചോദനം നൽകി എന്നെ വളർത്തിയ പ്രത്യേകിച്ച് നമ്മുടെ ചെയർമാൻ അച്ഛൻ മാത്യു അരേക്കളം അച്ഛനും അതോടൊപ്പം തന്നെ കാർമൽ ആശ്രമത്തിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കാർമൽ പോളിടെക്നിക്കിനെ മാതൃകാപരമായും അതോടൊപ്പം തന്നെ ഭരണപാഠകത്തോടുകൂടി നയിച്ച് എന്നും ഉന്നതിയിലെത്തിച്ച് ഞങ്ങൾക്കെപ്പോഴും എല്ലാം ചെയ്തു തരുന്ന, ഞങ്ങളെ പരിഗണിക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽമാർ, പ്രത്യേകിച്ച് തോമസ് കുട്ടി സാറിനും വിജുദാസ് സാറിനും ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ കുഞ്ഞുമോൻ ജോബ് അച്ഛനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ പഠന വിശേഷങ്ങൾ അന്വേഷിച്ചറിയാൻ നന്നായി പഠിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി ഞങ്ങളുടെ ഈ ക്ലാസ്സിലേക്ക് വരുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സെൽഫ് ഫിനാൻസിംഗ് കോർഡിനേറ്റർ ജെയിംസ് അച്ഛനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഇന്ന് ഈ വേദിയിലായിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറെ കടപ്പാടും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകരോടാണ്. ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും ഞങ്ങളുടെ വിശേഷങ്ങൾ പറയാനും വളരെ ഫ്രീഡം തന്ന് അതോടൊപ്പം തന്നെ ഓരോ സംശയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനും എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഞങ്ങളെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളുടെ എല്ലാ അധ്യാപകരും തന്നെ. ഈ സമയം ഞങ്ങളുടെ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും എച്ച്ഒഡിമാർക്കും എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു. പ്രത്യേകം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി മിസ് സർവീസിനും ഒപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനും ഞാൻ ഈ സമയം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ലൈബ്രറി, മെയിൻ ഓഫീസ്, സെൽഫ് ഫിനാൻസിംഗ് ഓഫീസ് തുടങ്ങിയ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനും അവരുടെ എല്ലാ സ്നേഹത്തിനും സഹായങ്ങൾക്കും ഈ സമയം നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഒരു നല്ല പഠനാന്തരീക്ഷവും ആരോഗ്യപ്രദമായ ചുറ്റുപാടുകളും ഒരുക്കി ഞങ്ങളെ നന്നായി പഠിക്കാൻ സഹായിച്ച എല്ലാ ഹോസ്റ്റൽ വാർഡന്മാർക്കും പ്രത്യേകം സിസ്റ്റർ എൽസിക്കും എൽസമ്മയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളോടൊപ്പം പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാർ എന്നിവരെല്ലാം ഈ സമയം നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. ഒരു സന്യാസിനിയായ ഞാൻ പ്രത്യേകിച്ച് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എന്നിവിടെ പഠിക്കാനായിട്ട് അയച്ച എൻ്റെ എല്ലാ സഭാധികാരികൾക്കും, പ്രോത്സാഹനന്മാർക്കും, ടീമംഗങ്ങൾക്കും, എല്ലാ സിസ്റ്റേഴ്സിനും അവരുടെ പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടുമാണ് ഞാൻ ഈ വിജയത്തിലേക്ക് എത്തിയത്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പാസ് ഔട്ടായ നല്ല ഒരു സുന്ദരമായ പാട്ട് പാടുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഒരു 4 പേര് പാടുവാനായിട്ട് ആ സ്റ്റുഡൻറ്റിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. പഴയ പഴയ പാട്ടാണ് പാടുന്നത്. ചന്ദനം ചാർത്തിയ മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മിരവരീന്റെ ചൊടിയിണയിൽ സീവന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീലനിശ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം നമസ്കാരം. എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. ദൈവാനുഗ്രഹം, അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാട്, അധ്യാപകർ നന്നായിട്ട് പഠിപ്പിച്ചു. പിന്നെ ഈ ആലുമിനി അസോസിയേഷൻ ഇങ്ങനൊരു അവാർഡ് ദാനം ഏർപ്പെടുത്തി. കാരണം കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി അഹല്യ. അവസാനമായി നന്ദിയുടെ ഒരു വാക്ക്. ഈ പരിപാടിയുടെ വിജയത്തിനായി ആദ്യം പ്രവർത്തിക്കുകയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തോടെ നിർവഹിക്കുകയും ചെയ്ത കാർമൽ പോളിടെക്നിക് കോളേജ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ശ്രീ KR രമേശൻ സാറിനെ നന്ദി പറയാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ, ചീഫ് ഗസ്റ്റ് ശ്രീ K. ശിവദാസ് സാറിന് നോക്കുന്നുണ്ട്. ഒരുപാട് ബീച്ച് കിട്ടിയിട്ടുള്ള വയറിട്ട് ബീച്ചിട്ട് തൊലിയെടുക്കും കൈ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജെയിംസ് അച്ഛൻ,
ശ്രീ അലക്സാണ്ടർ, ശ്രീ കാസിം, ഷമീർ കാസിം, ബാങ്ക് നേതാക്കളെ, പ്രിയ കാർബൺ മിത്രങ്ങളെ, കൂടുതലേക്ക് ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷ അലങ്കരിക്കുന്ന പ്രസിഡന്റ് ശ്രീ ശശി പ്രൊഫസറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ കാർബൺ അലുമിനി അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടികൾക്ക് എല്ലാവിധ സപ്പോർട്ടും സഹായവും പിന്തുണയും ശ്രദ്ധാസമയങ്ങളിൽ നൽകുകയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എല്ലാ പരിപാടികളുള്ള പച്ചക്കൊടി കിട്ടുന്ന അച്ഛൻ്റെ പൂർണ്ണ മനസ്സോടുള്ള സപ്പോർട്ട്, അതിൻ്റെ സാന്നിധ്യത്തിനും ഇതുവരെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് ബഹുമാനപ്പെട്ട മാത്യുവായിട്ടുള്ള അച്ഛനെ ഞങ്ങളുടെ അലുമിനി അസോസിയേഷൻ്റെ അർഹമായ ശ്രീ കേശവ സാർ, ഫോർമർ പ്രിൻസിപ്പാളാണ്, ബെസ്റ്റ് പോളിറ്റിക്കൽ ടീച്ചർ നാഷണൽ അവാർഡ് വിന്നറാണ്. കാർമലിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് വിന്നറാണ്. ഇവിടെ പഠിച്ച ഒരു കുട്ടിക്കും അവൻ്റെ ബോധം മറയുന്നത് വരെ സാറിനെ മറക്കാൻ പറ്റത്തില്ല. അതാണ് സാറും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇൻറ്റിമസി. ഇവരുടെ ഹൃദയ നൈർമല്യം അളക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇൻറ്റിമസി കുട്ടികളോട് കാണിക്കുന്ന ഒരു വ്യക്തിത്വം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങളെയൊക്കെ ഒരു ജീവിതം, ആ സാറ് പറയുന്നത് ജീവിതം കണ്ടെത്താൻ സഹായിച്ചു. ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ സമർപ്പണം, സ്വന്തം കുടുംബം പോലും ത്യജിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മോശം കുട്ടികളെ വീട്ടിൽ കൊണ്ട് നിർത്തി പഠിപ്പിക്കുമായിരുന്നു. ഇവിടുത്തെ പിള്ളേർ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നോണ്ടെന്ന് കാണാൻ അറിയാൻ സെക്കൻഡ് ഷോയ്ക്ക് വന്നിരിക്കുമായിരുന്നു. രാവിലെ ആവുകയാണെങ്കിൽ ഇവിടെ സുഖമായിരുന്നു. അപ്പൊ അതുപോലെ കുട്ടികളുടെ കൂടെ അവരുടെ ഒപ്പം എനിക്കത് ഒരു വാക്കുകളില്ല. സാറ് സമീപിച്ചു. സാറിൻ്റെയൊക്കെ സമർപ്പണം ഇതിൻ്റെ 100 അത്ര ശമ്പളം കിട്ടുമായിരുന്നു സാറിനൊക്കെ. പക്ഷെ ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ, അതിൻ്റെ വാല്യൂ അധികം പ്രവർത്തനം. സാറിൻ്റെ സാന്നിധ്യത്തിനും അത് പഞ്ചിക്കലച്ചൻ കാല് പിടിച്ചിട്ട് വന്നതെന്നറിയാം. ഞങ്ങളൊക്കെ ഒരുപാട് ബാച്ചുകാർ വിളിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല, അതിൻ്റെയൊക്കെ കേട് വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വരുമ്പോൾ കാണാം. ഇപ്പം പഞ്ചിക്കലച്ചൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. ഇതുവരെ ഒരു ആരും വിളിച്ചാലും എടുക്കത്തില്ല, നമ്പർ പോലും എടുക്കത്തില്ല. ഞാൻ പലർക്കും നമ്പർ പലരും കൊണ്ട് വിളിച്ചു എടുക്കത്തേ. ഇന്ന് ഞങ്ങളുടെ സദസ്സിലെത്തി ഈ ചടങ്ങ് ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച സാറാണെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രി സാറിന് 1000 നന്ദിയാണ്. അത് കുഞ്ഞോൻ ജോബിച്ച് അച്ഛനാണ് ഇതിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ എല്ലാം. അലുമിനി അസോസിയേഷൻ സാമ്പത്തികമായിട്ടൊക്കെ വളരെ തകർന്നു കിടക്കുകയായിരുന്നു. അതിനെ ഉയർത്തിപ്പിടിച്ച് ഇതിങ്ങനെ പോയാൽ പോരാ, ഒരു നല്ലൊരു അസറ്റ് വേണം, നല്ലപോലെ മാക്സിമം നമ്മളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ അച്ഛനാണ് ശരിക്കും നമ്മളെ ഇതിനെ ഒരു കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അച്ഛൻ പ്രിൻസിപ്പളായ ശേഷമാണ്. അച്ഛൻ്റെ നിസ്സീമമായ സഹകരണത്തിനും അലുമിനി അസോസിയേഷൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു. ഔപചാരിക സെൽഫ് ഫിനാൻസിങ് ശരിക്കും നമുക്ക് കൂടുതലും മെമ്പർഷിപ്പ് ഫീസ് കളക്ട് ചെയ്ത് തരുന്നത് ഇവിടെ ജൂബിലി 52 ലക്ഷം രൂപ മുടക്കി ഒരു ജൂബിലി സ്മാരക മന്ദിരം കോളേജിന്റെ ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ കോളേജിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രധാന പങ്കെടുത്ത് 12 ലക്ഷത്തോളം രൂപ സമ്മാനിച്ചത് അച്ഛനും നേരത്തെ ഇരുന്ന ശ്രീ ബഹുമാനപ്പെട്ട വെങ്കടാചല അയ്യർ സാറും കൂടെ, ഒരു പണിക്കർ സാർ, ഇവർ 3 പേരുടെയും കൂടെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ. അത് കേരളത്തിൽ ഒരു കോളേജിലും ഇത്രയും നല്ലൊരു കെട്ടിടം ഒരു അലുമിനി കോളേജിൽ സംഭാവന ചെയ്തിട്ടില്ല. ഇവിടുത്തെ NSS, NCC, CSL, ആഡിറ്റോറിയം എല്ലാ ക്ലാസ് റൂം വെച്ചുള്ള ബാക്കിയെല്ലാം പ്രവർത്തിക്കുന്നത് ആ കെട്ടിടത്തിലാണ്. അപ്പോൾ അച്ഛനാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം വരുന്ന കുട്ടികളുടെ നിന്നുള്ള കളക്ട് ചെയ്ത് തരികയും ബാക്കി എല്ലാ സപ്പോർട്ടും അച്ഛൻ ക്ലാസ്സിൽ കൂടെ വരും, നമ്മൾ വിളിക്കണ്ട. അത്ര ഒരു സമർപ്പണമാണ് ഇതിനോട് വളർന്ന് കാണാൻ. നന്നായിട്ട് അച്ഛൻ്റെ വാക്കുകളിലൊക്കെ പ്രതിഫലിച്ചു. അച്ഛനെ അലുമിനിയുടെ പേരിലുള്ള നന്ദി. ശ്രീ ജോസൂട്ടി ചാക്കോ അച്ഛനാണ് നമുക്കിവിടെ പ്രേരണ ലഭിച്ചത്. എക്സിക്യൂട്ടീവ് അംഗമാണ്, ഇലക്ട്രിക്കലിലെ HOD ആണ്. അച്ഛൻ ഇവിടെ നമ്മളോടൊത്ത് രാവിലെ പോലുണ്ടായിരുന്നു. അച്ഛന് ചെറിയ അസൗകര്യക്കാരനാണ്, പ്രയറുകളിൽ പോയത്. അച്ഛന് നമ്മുടെ സംഘടനയുടെ പേരിലുള്ള നന്ദി ഇത്തരത്തിലാണ്. ശ്രീ UA ചാപ്റ്ററിൽ എത്തിയിരിക്കുന്നത് ശ്രീ അലക്സ് മാത്യു സാറാണ്. UA ചാപ്റ്ററിലെ എൻ്റെ പ്രസിഡന്റ് ശ്രീ വില്യം ജോസഫ് സാറാണ് വരേണ്ടത്. അതുപോലെ ശ്രീ അലക്സ് മാത്യു സാർ വന്നു. അതോടൊപ്പം തന്നെ ഒരു വേണു സാർ വന്നിട്ടുണ്ട്. വേണു സാറാണ് UAയിലെ മുഴുവൻ റോഡുകൾ നടന്ന് സർവേ ചെയ്ത് നിർമ്മിച്ച വ്യക്തിയാണ്. ആർക്ക് UAയിൽ വഴി തെറ്റിയാലും
സാറൊന്ന് എഴുതിയിട്ട് വെക്കുക. അപൂർവ വ്യക്തിത്വം. ദുബായിലെ റോഡ് മുതൽ നിർമ്മിച്ച വ്യക്തിത്വമാണ്. സാറിനത് മറക്കാൻ പറ്റില്ല. സാർ നടന്നു പോയി ഓരോ റോഡ് സർവേ ചെയ്ത് റോഡും മെട്രോ റെയിലും ഡിസൈൻ ചെയ്ത് അത് സാങ്ഷൻ ചെയ്ത് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വ്യക്തിത്വം. സാർ രണ്ടുപേരാണ് എടുത്തിരിക്കുന്നത്. ശ്രീ അലക്സാണ്ടനും ശ്രീ വേണു സാറും യുവചേർപ്പിന്റെ ഏറ്റവും സജീവ പ്രവർത്തനമാണ് ഹരികുമാർ സാർ. ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ കൈയുടെ വെള്ളം കൊണ്ടുനടക്കുക. സാറിന്റെ എല്ലാ ഫാക്ടറികളിലും ഞങ്ങളെ എല്ലാ ഫാക്ടറികളിലും അതിനെ കൊണ്ടുപോയി വേൾഡ് മാർക്കറ്റായിട്ട് ഇന്ത്യയൊന്നും അല്ല, ഒന്നുമല്ല. അലുമിനിയം എക്സിബിഷനിലെ വേൾഡ് നമ്പർ 1 മാനുഫാക്ചറാണ്. അത്രയും തലത്തിൽ എത്ര പറഞ്ഞു നമ്മൾ ബാൻ ചെയ്യുന്ന സ്ഥലത്തൊന്നും അല്ല, വേൾഡ് മാർക്കറ്റ് സാറിനൊക്കെ. അപ്പൊ അത്രയും തലത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു സാർ. കാർബലിന്റെ സാറിന്റെ ഒരു വലിയ അവതാരം കിട്ടി. ഒരു 1.5 ലക്ഷം രൂപ അദ്ദേഹം അലുമിനിയം അസോസിയേഷൻ സംഭാവന ചെയ്യാന്ന് പറഞ്ഞു. 1000 സജീവമായിട്ട് യു ചാപ്റ്റർ കൊണ്ടുപോയി സാർ സഹായിക്കണം. ഇനി തുടർന്നും അവർ വളരെ നമുക്കുള്ള ചാപ്റ്ററുകളിൽ എറണാകുളം ചാപ്റ്ററിൽ യു ചാപ്റ്ററാണ് വളരെ സജീവമായിട്ട് പോകുന്നത്. അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും അവരുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ്. ശ്രീ ഷമീർ ഖാൻ 1992 മെക്കാനിക്കൽ ബ്രാഞ്ചാണ്. കേശവൻ സാറിന്റെ സന്തത സഹചര്യം എനിക്കൊന്ന് വഞ്ചിക്കലിച്ചിനാണ് സാർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിക്കുന്നത്. ഷമീർ ഖാൻ സാർ വിളിച്ചാൽ എവിടെ നമ്മൾ പറയുന്നുണ്ട് എവിടെ അങ്ങനെ ആയിരിക്കും. സാറിനെ അവിടെ എത്തിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച് 2 മണിക്ക് എത്തിക്കുമെന്ന് കൃത്യം 2 ഇവിടെ എത്തി. എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു സെക്കൻഡ് പോലും വൈകാതെ ഇവിടെ എത്തി. സാറിന് അതുപോലെ തന്നെ നമുക്ക് സമർപ്പണം ചെയ്തു ഡിജിറ്റൽ ലൈബ്രറി. കേരളം കാർബൺ പോളിടെക്നിക്കിൽ ഇതപ്രവൃത്തമായ ഒരു ഡിജിറ്റൽ ലൈബ്രറി സംഭാവന ചെയ്ത് 1992 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചാണ്. അവർ എല്ലാ 40 പേരും ഉറക്കമടച്ച് ചാനലിൽ നമ്മളിവിടെ സൂം റിലേ ചെയ്യുന്നത്, ഫേസ്ബുക്ക് 2ലും റിലേ ചെയ്യുന്നത്. ഇത് മുഴുവൻ ലോകത്ത് നാനാ ഭാഗങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എല്ലാ സഹായം ചെയ്തതിന് അതല്ല ബാലസാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത് എത്തിച്ചത് സിൻസിയർ സപ്പോർട്ടാണ്. അദ്ദേഹം സഹായിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരായിരുന്നു. ഗോൾഡ് മെഡൽ വിന്നർ അദ്ദേഹത്തിന്റെ മറുപടി സിസ്റ്റർ ജിൻസി സിഡി. ഇപ്പം ബിടെക്കിന് പഠിക്കാൻ നല്ല വർക്കാണ്. ഇന്നലെ വരാൻ പറഞ്ഞിട്ടും ബുദ്ധിമുട്ടാണ്. ഇന്നലെ പോകണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എങ്കിലും ഇവിടെ സമയത്ത് എത്തുകയും ഈ പരിപാടി അതിമനോഹരമാക്കാൻ സഹായിക്കുകയും നല്ലൊരു മറുപടി പ്രസംഗം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസി സിഡിക്കും പോസ്റ്റർ മേറ്ററും വേണ്ടി സഹായിച്ച എല്ലാവരും അവരായിരുന്നു. ഗോൾഡ് കോയിൻ വിന്നറാണ്. നമ്മുടെ സമാശ്വാസം എന്നാണ് ഗോൾഡ് ഓറൽ ഫസ്റ്റ് റാങ്ക് 6 ബ്രാഞ്ചിലും കൂടെയാണ് റവൻ സിസ്റ്റർ നേടിയത്. ഇത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ 3 ബ്രാഞ്ചിലും കൂടെയാണ് അഹല്യ സ്ക്വയർ ഫസ്റ്റ് വന്നത്. അതുകൊണ്ടാണ് അഹല്യ സ്ക്വയർ ഒരു ഗോൾഡ് കോയിൻ കൊടുത്തത്. സമയത്തെത്തുകയും ഇപ്പോൾ ചടങ്ങ് മനോഹരമാക്കാൻ സഹായിക്കുകയും ചെയ്തത് അഹല്യ സ്ക്വയറിനും രക്ഷകർത്താർക്കും നന്ദി രേഖപ്പെടുത്തി. മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഹരിപ്രിയ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫസ്റ്റ് റാങ്ക്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അല്ലേ? ഹസ്ബൻഡ് ഉണ്ടെന്ന് കാണുന്നത്. ഹരിപ്രിയ റാങ്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു. ഇത് പഠിച്ചു പോയി. ഹസ്ബൻഡിന്റെ പേര് ഞങ്ങളുടെ എല്ലാവരുടെ അനുഭവം കേട്ടോ. വന്ന മറ്റെല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഇത് പരിപാടി നോക്കുന്നത് നിങ്ങളാണ്. ഇവിടെ ഇരുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ താഴെ ഇരുത്തിയത്. ബോർഡിന്റെ പ്രോട്ടോകോളൊക്കെ മാനിക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് താഴെ ഇരിക്കേണ്ടി വന്നത്. എങ്കിലും നിങ്ങളുടെ എല്ലാ സമയത്തെത്തുകയും നമ്മുടെ സഹായിക്കുകയും ചെയ്ത എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും കാർബൺ അലുമിനിയം സൊസൈറ്റി കോളേജിലെയും ടോം ജോസഫ് ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. അദ്ദേഹത്തിനും നമ്മുടെ അലുമിനിയം സൊസൈറ്റിയുടെ ഔപചാരിക നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ തോമസ് പ്രസാദ് സാർ നേരത്തെ ഞാൻ 92 ബാച്ച് സാറിനെ വിളിച്ചിരുന്നു. അതനുസരിച്ച് സാർ എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു. സാർ ഇവിടെ സമയത്ത് എത്തി, നേരത്തെ എത്തി. സാറിന് അലുമിനിയം അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും ചെയ്തു. സാറ് നമ്മുടെ അലുമിനിയുടെ സെക്രട്ടറിയാണ്. സാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പക്ഷേ സാറിന് നന്ദി പറയാനായില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നമുക്കറിയാം രാവിലെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അലുമിനിയം മെമ്പേഴ്സിന്റെ ബിസിനസ് മീറ്റിംഗ് രാവിലെ നമ്മുടെ 10 മണി മുതൽ രാവിലെ ഡിസ്കഷനാണ്.
അപ്പൊ അതിനകത്ത് സാറ് മിക്കവാറും എല്ലാ വർഷവും അത് പറയുന്ന വെച്ചാൽ എന്നെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുന്നതിൽ ഒരുപാട് നാളായി. ശരിയാണ്, സാർ ആദ്യം മുതലേ സെക്രട്ടറിയാണ്. പക്ഷെ ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു വാക്ക് പറഞ്ഞു, സാറ് ഈ ചെറുപ്പം വഹിക്കുന്നതിന്റെ രഹസ്യം എല്ലാവരും പറഞ്ഞ സാറ് ഈ അലിമിനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന. അപ്പോ ഈ സാറ് മാറിക്കഴിഞ്ഞാല് ഈ അലിമിനി നിർജീവമാകാൻ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സാറ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ അലുമിനി ഇങ്ങനെ വളരെ ഭംഗിയായ രീതിയിൽ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും യാതൊരു സംശയമില്ല, ചെയർമാൻ ഉൾപ്പെടെ അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാപനവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അലുമിനി മാത്രമല്ല, അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഈ കാർമൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാം ജീവനാടിയാണ്. അദ്ദേഹം ഇനിയും തുടർന്നും ഈ അലുമിനിയുടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കണമെന്ന് എല്ലാവരും എല്ലാം ഈ അവസരത്തിലെ നന്ദി പറഞ്ഞ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് രമേശൻ സാറിന്. കാരണം സാറിനാണ് ഇവിടെയുള്ള എല്ലാവരും അറിയുന്നത്, എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉള്ള സാറിന്. സാറിന്റെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഉള്ള ഹൃദയംഗമായ നന്ദി. സാർ സമ്പാദിത 1.5 ലക്ഷം രൂപയുടെ ചെക്ക് കൈപ്പറ്റാനായിട്ട് ഫാദർ കുഞ്ഞോ ജോബച്ചനെ പ്രിൻസിപ്പൽ ക്ഷണിച്ചു. താങ്ക് യു സാർ. ഹരികുമാർ സാറിന്റെ സാന്നിധ്യത്തിനും അദ്ദേഹത്തിന്റെ സഹകരണത്തിനും സഹായത്തിനും അലുമിനി അസോസിയേഷൻ അദ്ദേഹത്തിന്റെ ഈ സഹായം അലുമിനി അസോസിയേഷനുള്ള കാലം മുതൽ കൊടുത്തിരിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് എല്ലാവരും നന്ദി കൈവരും. നോർമൽ അലുമിനി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. അലുമിനി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും സംഘടനയുടെ പേരിലുള്ള അകമേയമായ നന്ദി കേൾക്കുന്നു. അലുമിനി അലുമിനി ഇവിടെ എത്തിച്ചേർന്ന മറ്റ് പൂർവ്വ വിദ്യാർത്ഥി വെൽവിഷേഴ്സ് അവരോട് എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ സ്ട്രീമിംഗ് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് അഗസ്റ്റിൻ, ഇവിടുത്തെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലെക്ചറാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. കാരണംകോട്ടയം കോളേജിലെ HOD-മാർ, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, ഓഫീസ് സൂപ്രണ്ട്, സ്റ്റാഫ് എല്ലാവർക്കും അലുമിനി അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തുന്നു. കോളേജ് മാനേജ്മെന്റ് നമുക്ക് ഈ പരിപാടി നടത്താൻ ഓഡിറ്റോറിയം, ലൈറ്റ്, സൗണ്ട്, മറ്റെല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് മാനേജ്മെന്റാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ അച്ഛനാണ്. കാരണംകോട്ടയം മാനേജ്മെന്റിൽ നമ്മുടെ അലുമിനി അസോസിയേഷന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ JNSS വോളണ്ടിയേഴ്സ് ഉണ്ട്. ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ കുറവാണ്. അതിൽ പ്രധാനപ്പെട്ട അനു അച്ഛനാണ് ഹോസ്റ്റൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയേഴ്സ് ഇവിടെ സമ്പത്ത് നൽകി അവരിത് ഭംഗിയാക്കാനുള്ള എല്ലാ വർക്കുകളും ചെയ്ത എല്ലാ വോളണ്ടിയേഴ്സിനും അലുമിനി അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തും. ഓൺലൈൻ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സൂമിലും ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നതാണ് സൂപ്പർ ക്ലാരിറ്റി, സിനിമ പോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതിനുവേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ സിജി തോമസ് ഈമ, ബ്രദർ സോജൻ മാത്യു, ബ്രദർ ബിപിൻ കെ ജോസ്, ബ്രദർ സോണി ടി ജോസിയ, ശ്രീ ടോം ജോസഫ്, റോയൽ ഫാദർ ശ്രീ ടോം ജോസഫ് എന്നിവർക്കുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. ശ്രീ അലക്സ് ആണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ശ്രീ അലക്സ്, ഇവിടുത്തെ അധ്യാപകൻ. അദ്ദേഹത്തിന് നമ്മുടെ അലുമിനി അസോസിയേഷൻ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു. ഫുഡ് കമ്മിറ്റി നല്ല ഭക്ഷണം നമുക്ക് പ്രദാനം ചെയ്ത ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ആർ ദിനേശൻ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ കെ പ്രഭാകരൻ, ശ്രീ CJ വർഗീസ്, ഫാദർ എന്നിവർക്കും നമ്മുടെ കമ്മിറ്റി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു. അവർക്കുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസപ്ഷൻ കമ്മിറ്റി, ഇവിടെ നമുക്ക് ഒരുപാട് കമ്മിറ്റികളുണ്ടായിരുന്നു. അവിടെ എല്ലാവരെയും പ്രവർത്തനം നന്നായിട്ട് പ്രത്യേകിച്ച് റിസപ്ഷൻ കമ്മിറ്റി. അതുകൊണ്ട് ഈ പരിപാടി ഇപ്പം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അമലും മരിയ തോമസ്, അദ്ദേഹമാണ് ആങ്കറിങ് ചെയ്യുന്നത്. ഇവിടുത്തെ ടീച്ചറാണ്. അമലുവിന് നമ്മുടെ അലുമിനിയുടെ ഇവരായിരുന്നത്. അമല് ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് പേര് സഹായിച്ചു. ശ്രീ വസന്തരാജ് ശർമ്മ, ശ്രീ കൃഷ്ണപ്രസാദ്, ശ്രീമതി മത്സ, ശ്രീമതി റാണി, ഇവരുടെയൊക്കെ പുറകിലുള്ള അണിയറ പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ അലുമിനി അസോസിയേഷൻ നന്ദി. മീഡിയ പേഴ്സൺ, പ്രസ്, അതുപോലെ KBTV ഇവരൊക്കെ നമ്മുടെ
പ്രോഗ്രാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ മീഡിയ പേഴ്സൺസിനും നമ്മുടെ അലുമിനിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്റർടൈൻമെന്റ് പ്രോഗ്രാം അതിന് ചാർജുണ്ടായിരുന്ന ശ്രീജവർഗ സാർ അതിൽ ഒരുപാട് പേര് ഗാനം ആരംഭിച്ച് നമ്മൾ 1 മണിക്കൂർ സമ്പുഷ്ടമാക്കി. അവർക്ക് എല്ലാവർക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്മാറുന്നു. നന്ദി ശ്രീ ദിലേശ് സർ. ലെറ്റ്സ് സ്റ്റാർട്ട് ഫോർ നാഷണൽ ആന്തം. Thank you all. The meeting is dispersed. Thank you.